ഒക്ടോബർ 7 മുതൽ ഒക്ടോബർ 7 വരെ ഇസ്രായേൽ പാലസ്തീനിൽ നടത്തിയിരിക്കുന്ന അതിക്രൂരവും ഭയാനകരവുമായിരിക്കുന്ന യുദ്ധത്തിൻ്റെ പിന്നാമ്പുറം നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് ലോകത്തെ മുഴുവൻ ഞെടുക്കുന്നതും ഞെട്ടിപ്പിക്കുന്നതുമായിരിക്കുന്ന ക്രൂരമായിരിക്കുന്ന പ്രവൃത്തികളാണ് ഇസ്രായേൽ ഗസയ്ക്ക് മേലെ നടത്തിയത് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഗസയുടെ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും ഒരേ രീതിയിൽ തന്നെ കരയിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്ത ക്രൂരമായിരിക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ പിന്നാമ്പുറം എത്രത്തോളമുണ്ട് അതിൻ്റെ കാഠിന്യം എന്നുള്ളത് നമുക്ക് വിലയിരുത്താം. ഇന്നത്തെ ഒക്ടോബർ 7 ദിവസത്തിൽ തീർച്ചയായിട്ടും അത് അനിവാര്യമാണ് എന്ന് തോന്നുന്നു. 2023 ഒക്ടോബർ 7 ഇന്നത്തെ പോലെ ഒരു ദിവസമാണ് ഈ യുദ്ധത്തിൻ്റെ ആരംഭം കുറിക്കുന്നത്. ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നു. അതോടുകൂടി ഭയാനകരമായിരിക്കുന്ന യുദ്ധം ആരംഭിക്കുന്നു. ഇസ്രായേലിന് ചെയ്യാൻ പറ്റുന്ന അതിക്രൂരമായിരിക്കുന്ന പ്രവൃത്തികൾ മുഴുവനും ഗസയ്ക്ക് മുകളിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ അത് തുടരുകയും ചെയ്യുന്നു. നമുക്ക് നോക്കാം, ലോകത്ത് ഈ ചരിത്രത്തിൽ ഇന്ന് വരെ കേൾവി പോലും ഇല്ലാത്ത രീതിയിലുള്ള മരണത്തിൻ്റെ പരമ്പരകളാണ് ഗസയിൽ നിന്ന് ഇത് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ബോംബാക്രമണത്തിൻ്റെ കണക്ക് നോക്കുന്ന സമയത്ത് 45,000 ബോംബുകളാണ് ഇസ്രായേൽ ഗസയിൽ വർഷിച്ചത്. ഒരുപക്ഷെ സമാനമായിരിക്കുന്ന യുദ്ധഭൂമികയിൽ ഇത്രയേറെ ബോംബുകൾ വർഷിച്ചത് ആദ്യമായിട്ടാണ്. ലോകത്തെ മൊത്തത്തിലുള്ള ചരിത്രമെടുത്ത് പരിശോധിച്ചാലും ഏറെക്കുറെ അങ്ങനെയാണ്. 85,000 ടണ്ണ് സ്ഫോടക ശേഷിയുള്ള ബോംബുകളാണ് അവിടെ വർഷിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാഠിന്യം നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതേ ഉള്ളൂ. അതായത് ജപ്പാനിൽ അമേരിക്ക വർഷിച്ച ഹിരോഷിമയിലും നാഗസാക്കിയും ഒക്കെ വിലയിരുത്തിയിട്ടാണ് ഇതിനെ കമ്പയർ ചെയ്യുന്നത്. അതിൻ്റെ 6 ഇരട്ടിയോളം വരുമെന്നുള്ളതാണ് ഈ പറയപ്പെട്ട 45,000 ബോംബുകളുടെ 85,000 ടണ്ണ് ശേഷിയുള്ള സ്ഫോടക വസ്തുവിനെ വിലയിരുത്തുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. മരണസംഖ്യ കണക്ക് പ്രകാരം നോക്കുന്ന സമയത്ത് ഏകദേശം 42,000-ഓളമാണ്. 41,900 ചില്ലാനം എന്ന് പറയുന്നു. ഏകദേശം 42,000-ഓളം മരണങ്ങളാണ് അവിടെ നടക്കുന്നത്. അതിൽ കുട്ടികൾ മാത്രം 17,000 വരും. അത് ചെറിയ കുഞ്ഞുങ്ങളടക്കമുള്ളവരുടെ കണക്കുകളാണ് ആ പറയുന്നത്. 17,000 കുട്ടികൾ തന്നെയാണ് വകവരുത്തിയിരിക്കുന്നത്. അത് കുട്ടികളാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കൊല ചെയ്തതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കെട്ടിടങ്ങളിൽ ഉള്ളിൽ കുടുങ്ങിയിരിക്കുന്നവരുടെ എണ്ണം പുറത്തെടുക്കാൻ പറ്റാത്ത രീതിയിൽ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ മൃതദേഹം കുടുങ്ങിയിരിക്കുന്ന ഏകദേശം 10,000-ഓളം വരുമെന്നാണ്. പരിക്കേറ്റവർ 97,000-നും 1,00,000-നും ഇടയിൽ. നവജാത ശിശുക്കൾ 200-ഓളം പേർ, 198 പറയുന്നുണ്ട്, ഏകദേശം അത്രത്തോളം വരും. 1 വയസ്സ് അതിന് താഴെയുള്ളത് ഏകദേശം 710 പേർ. ഇങ്ങനെയാണ് ഈ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അനാഥരായിരിക്കുന്ന കുട്ടികളുടെ എണ്ണം നോക്കുന്ന സമയത്ത് 25,000-നും 26,000-നും ഇടയിലാണ്. അത് ഏകദേശം ഈ കണക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ യുദ്ധഭൂമിയിലുള്ള കണക്ക്, ഔദ്യോഗികപരമായിരിക്കുന്ന കണക്കൊന്നല്ല, ഏകദേശ കണക്കാണ്. എപ്പോഴും സംഖ്യകൾ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആരോഗ്യ പ്രവർത്തകർ, UN സ്റ്റാഫ് അടക്കം, UN ഉദ്യോഗസ്ഥരടക്കം കൊല്ലപ്പെട്ടത് 986 പേരാണ്. മാധ്യമ പ്രവർത്തകർ ഏകദേശം 174 പേരാണ് കൊല്ലപ്പെട്ടത്. അതിൽ കൂടുതലുണ്ട് എന്ന് പിന്നീടുള്ള റിപ്പോർട്ടൊക്കെ പറയുന്നുണ്ട്. വീടുകൾ നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞ സമയത്ത് 72% വീടുകൾ തകർന്നു പോയിരിക്കുന്നു. 72% എന്ന് പറയുന്ന സമയത്ത് 5,16,500 വീടുകൾ തകർക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആശുപത്രികൾ 34 ആശുപത്രികൾ തകർന്നു. അഭയാർത്ഥികളായി 20 ലക്ഷം പാലസ്തീനികൾ ഉണ്ടായി. 20 ലക്ഷം പാലസ്തീനികൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 22 ലക്ഷമാണ് ഗസയിലെ ജനസംഖ്യയുടെ കണക്ക് വരുന്നത്. അതിൽ 20 ലക്ഷം പാലസ്തീനികളും അഭയാർത്ഥികളായി.
സമാനമായിരിക്കുന്ന ഒരു യുദ്ധം അല്ലെങ്കിൽ യുദ്ധ രീതികളൊന്നും ലോകത്ത് ഇതുവരെ ചരിത്രത്തിൽ ഇല്ലാത്തതാണ്. 42 കിലോമീറ്ററാണ് ഏകദേശം ഇവിടേക്കുള്ള വൈദൂരം കണക്കാക്കുന്നത് ഗസ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ മൊത്തത്തിൽ. അതിൽ 22 ലക്ഷം ആളുകൾ തിങ്ങി താമസിക്കുന്ന ഒരു ഇടമാണ് ഗസ എന്ന് പറയുന്ന പ്രദേശം. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശമാണ് ഗസ. ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശവും ഇവിടെയാണ്. എന്നാലും ഗസയിലെ പാലസ്തീൻ പൗരന്മാരുടെ ജീവിത രീതികളൊക്കെ വളരെ മനോഹരവും സ്റ്റാൻഡേർഡ് ഉള്ളതുമായതായിട്ട് റിപ്പോർട്ട് കാണാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട്. അവരുടെ ഭൂപ്രദേശങ്ങൾ, കൃഷിയിടങ്ങൾ, ജീവിത രീതികൾ, ആശുപത്രികൾ, സ്കൂളുകൾ, പള്ളികൾ, അവരുടെ റോഡുകൾ, മറ്റ് സൗകര്യങ്ങൾ വളരെ വെടിപ്പുള്ളതും വലിയ വൃത്തിയുള്ളതും അവർ അഭിമാനികളായി ജീവിക്കുന്ന വിഭാഗവുമാണ് യഥാർത്ഥത്തിൽ പാലസ്തീനികൾ. അത് മുഴുവനും ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതാക്കി തകരാത്ത ഒരു ബിൽഡിംഗ്, ഒരു ഉയരമുള്ള ബിൽഡിംഗ് പോലും കാണാത്ത സ്ഥിതിയിലേക്ക് ഇസ്രായേൽ കൊണ്ടെത്തിച്ചു. അതിന് സമാനമായിരിക്കുന്ന ഒരു സംഭവമോ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊന്നോ ലോകത്തിന് പറയാനില്ലാത്ത രീതിയിലാണ് തകർത്ത് കളഞ്ഞത്. എന്നിട്ടും അവർക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ ദേശത്തിൻ്റെ കഥകളൊക്കെ പറയുന്ന സമയത്ത് അവിടുത്തെ ജീവിത രീതിയൊക്കെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇപ്പോൾ പാലസ്തീനെ കുറിച്ച് തന്നെയാണ് ലോകം ചർച്ച ചെയ്യുന്നത്. അവരുടെ ജീവിതാവസ്ഥകളെക്കുറിച്ചും സാമ്പത്തിക സാമൂഹിക രീതികളെക്കുറിച്ചൊക്കെ വലിയ രീതിയിൽ ചർച്ച വരുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. വലിയ അഭിമാനികളായി അവർ ജീവിച്ചു. അഭയാർത്ഥി ക്യാമ്പുകൾ ഒരുപാടുണ്ടെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ജീവിച്ചു. നമ്മുടെ ജീവിത രീതിയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ അവർ വീടുണ്ടാക്കി താമസിക്കുന്നവരല്ല, ഫ്ലാറ്റ് ജീവിതം നയിക്കുന്നവരാണ്. കാര്യം എന്ന് പറയുന്ന സമയത്ത് നമ്മളെപ്പോലെ വിശാലമായിരിക്കുന്ന ഭൂപ്രദേശം ഇല്ലാത്തത് കൊണ്ട് ചെറിയ പ്രദേശത്ത് ഹൈറ്റുള്ള ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി ആ ബിൽഡിംഗ് വാടകയ്ക്കോ അതല്ലെങ്കിൽ വിലക്കെടുത്തോ ജീവിക്കുന്ന രീതി. അപ്പോൾ ഒരു ബിൽഡിംഗ് തകരുന്ന സമയത്ത് അതിൽ ഏകദേശം 100ഓളം കുടുംബങ്ങൾ തകർന്നു പോകുന്നതാണ്. അതുകൊണ്ടാണ് മരണസംഖ്യ വല്ലാതെ കൂടുന്നത്. നമ്മുടെ ഒരു പ്രദേശത്തൊക്കെ അത്തരമൊരു അക്രമ കാര്യങ്ങളോ വിഷയങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് ഒറ്റപ്പെട്ട വീടുകളാണ് തകർന്നു പോകുന്നത്. പക്ഷേ ഈ മേഖലയിലേക്ക് വരുന്ന സമയത്ത് അവർ ഫ്ലാറ്റ് ജീവിതം നയിക്കുന്നവരായതുകൊണ്ട് വലിയ രീതിയിലുള്ള അപകടവും വലിയ രീതിയിലുള്ള ദുരന്തങ്ങളും മാത്രവുമല്ല 10ഉം 15ഉം ഉയരത്തിലുള്ള ബിൽഡിങ്ങുകളൊക്കെ തകർന്നു വീഴുന്ന സമയത്ത് അതിൻ്റെ അകത്ത് കുടുങ്ങിയിരിക്കുന്ന ആളുകളെ പുറത്തെത്തിക്കാനും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ മൃതദേഹത്തെ എത്തിക്കാനും സാധിക്കാത്ത സാഹചര്യങ്ങൾ. അതിന് വലിയ രീതിയിലുള്ള ഇലക്ട്രോണിക്കായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ വലിയ JCB പോലുള്ള സംവിധാന കാര്യങ്ങൾ വേണം. ആ സംവിധാന കാര്യങ്ങൾ ഒന്നും ഇല്ലാത്ത പ്രത്യേക സാഹചര്യത്തിലേക്ക് ഗസ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ വിലയിരുത്തലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വർഷത്തിൽ ഇവിടെ ഇപ്പോൾ 2.5 വർഷമായി റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധത്തിലാണ്. ഈ പറയപ്പെട്ടതിൻ്റെ 10% പോലും ജനങ്ങൾ അവിടെ മരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് അവിടെ യുദ്ധം ചെയ്യുന്നത് സൈനികരും തമ്മിലാണ്. ഇവിടെ ഒറ്റപ്പെട്ടുള്ള ഏകാധിപത്യ യുദ്ധം ഇസ്രായേൽ പാലസ്തീനിലെ ജനങ്ങൾക്ക് നേരെ നടത്തുന്നു എന്നുള്ളതാണ്. അഭയാർത്ഥി ക്യാമ്പ് എന്ന് പറയുന്നത് അഭയാർത്ഥികൾക്ക് വേണ്ടി, വീടില്ലാത്തവർക്ക് താമസിക്കാൻ വേണ്ടി അന്താരാഷ്ട്ര UN സഭയുടെ നേതൃത്വത്തിലൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ മേഖലയെ പോലും ആക്രമിക്കുന്നു. യുദ്ധഭൂമിയിൽ നിന്ന് ഒഴിവാക്കേണ്ട പ്രദേശങ്ങളാണ് വിദ്യാഭ്യാസ മേഖലകൾ, ആശുപത്രികളൊക്കെ. ആ മേഖല ആക്രമിക്കുന്നു. അഭയാർത്ഥി ക്യാമ്പ് യുദ്ധവിരുദ്ധ കേസ് വരെ വരുന്നതാണ്. ആ മേഖലയെ ആക്രമിക്കുന്നു. അങ്ങനെ ഇവിടെ വിലയിരുത്തുന്ന സമയത്ത് നടക്കുന്ന സംഭവങ്ങൾ മുഴുവനും മാനുഷികപരമായിരിക്കുന്ന നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധവും യുദ്ധനീതി പാലിക്കാത്തതും UN സഭയുടെ യുദ്ധമര്യാദകൾ ലംഘിച്ചുകൊണ്ടുമുള്ള യുദ്ധമാണ് ഇസ്രായേൽ നടത്തിയത് ഉടനീളം. UN സഭയ്ക്ക് അത്തരം സൈനിക സംവിധാനങ്ങളില്ലാത്തത് കൊണ്ട് അവർക്കെതിരെ യുദ്ധം ചെയ്യാനൊന്നും കഴിയുകയില്ല. സമാധാനവുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനമാണ് UN സഭ എന്നതിനാൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി തന്നെ ഇസ്രായേലിനെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ട്, ഇസ്രായേൽ പ്രധാനമന്ത്രി വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ടാണ് പ്രസ്താവന പുറത്തിറക്കിയത്. എന്നിട്ടും
അതിനെതിരെ നടപടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇതേ UN സഭയാണ് ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തത്. ആ സമയത്ത് ലോകം മുഴുവനും ഒന്നിച്ചു നിന്നു, ചേർന്ന് നിന്നു. അവിടെ മുസ്ലിം രാജ്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമത്തിൽ പങ്കാളിത്തം വഹിച്ചു. 32 രാജ്യങ്ങളാണ് ആ യുദ്ധത്തിൽ പങ്കാളിത്തം വഹിച്ചത് എന്നുള്ള വലിയ പ്രത്യേകതയാണ്. അങ്ങനെയാണ് ആ ഭരണാധികാരി സദ്ദാം ഹുസൈൻ്റെ ഭരണത്തെ ഇല്ലാതാക്കുന്നു. അത് അവിടെ അവസാനിച്ചിട്ടില്ല. പിന്നെ ലിബിയയിലേക്ക് പോകുന്നു, കേണൽ ഗദ്ദാഫിയെ ഇല്ലാതാക്കുന്നു, ഈജിപ്തിലേക്ക് വരുന്നു, അവിടെ ഭരണം അട്ടിമറിയുന്നു. പിന്നെ ഒരു സുപ്രഭാതത്തിൽ അവിടുത്തെ പ്രസിഡന്റ് മരണപ്പെട്ടായിരിക്കുന്ന വിവരമാണ് പിന്നീട് പുറത്തു വരുന്നത്. അപ്പോൾ ഓരോരോ മേഖലയിലും അവരങ്ങനെ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ഇല്ലാതാക്കും. അതിന് എന്തെങ്കിലും ഒരു കാരണങ്ങൾ കണ്ടെത്തും. അവിടെ ആണവായുധമുണ്ട്, അതിൻ്റെ സംവിധാനങ്ങളുണ്ട്, അതേക്കുറിച്ച് പരിശോധന നടത്തണം. ഇനി ഇവർ തന്നെ അവിടെ ആണവായുധം കൊണ്ട് വെച്ചിട്ട് മറ്റു രാജ്യത്തിൻ്റെതാണ് എന്ന് പറയില്ല എന്നൊന്നും ഉറപ്പ് പറയാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ നമ്മൾ പറയുന്ന വിഷയം UN സഭ ഒരു സംവിധാനം, ഒരു രാജ്യത്തിനെതിരെ ഒരു പ്രമേയം അവതരിപ്പിച്ച് വിജയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് നടപടിക്രമത്തിലേക്ക് പോകുന്നത് അമേരിക്കയാണ്. എന്നാൽ ഇസ്രായേലിനെതിരെ 32 പ്രാവശ്യമെങ്കിലും UN സഭയിൽ വെച്ച് പ്രമേയം അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അത് നടപടിയിലേക്ക് എത്തുന്ന സമയത്ത് വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക തടയും. അങ്ങനെ രക്ഷപ്പെട്ട് പോകുന്നൊരു സ്ഥിതിവിശേഷമാണ്. അപ്പോൾ നീതി നടപ്പിലാക്കേണ്ടത് എല്ലാവർക്കും തത്തുല്യമായ രീതിയിലാണ്. ഒരു രാജ്യത്തിന് അത് ജാതീയപരമായ രീതിയിലോ അല്ലെങ്കിൽ മുസ്ലിം ഭരണാധികാരികൾ എന്ന രീതിയിലോ ഒരു നീതിയും, മറ്റൊരു രാജ്യത്ത് വേറൊരു വിഭാഗം ഭരണാധികാരികളാണ് എന്ന തരത്തിൽ മറ്റൊരു രീതി നടപ്പിലാക്കുന്നത് ഉചിതമല്ല. ആ വിഷയമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ദുരന്ത സംഭവങ്ങൾ മുഴുവനും ഒരു വർഷത്തിൽ 2023 ഒക്ടോബർ 7 മുതൽ നമ്മളിപ്പോൾ നിൽക്കുന്ന 2024 ഒക്ടോബർ 7 വരെയുള്ള ഇസ്രായേൽ പാലസ്തീൻ്റെ അകത്ത് നടത്തിയിരിക്കുന്ന സംഭവങ്ങൾ, അത് ഗസയുടെ അകത്തുള്ള വിവരങ്ങൾ മാത്രമാണ് പുറത്തു വന്നത്. ഗസയുടെ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയിരിക്കുന്ന ഭാഗങ്ങളിലാണ് ഈ വിഷയകാര്യങ്ങളൊക്കെ പറയുന്നത്. എന്നാൽ അത് തൊട്ടടുത്ത പ്രദേശമായിരിക്കുന്ന പലസ്തീൻ്റെ മറ്റൊരു ഭാഗമായിരിക്കുന്ന വെസ്റ്റ് ബാങ്കിലേക്ക് കയറുന്ന സമയത്ത് ഈ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അവിടെയും 100-ലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെയും കൊടിയൊഴിഞ്ഞ് പോകേണ്ടി വന്നവരും, അഭയാർത്ഥി ക്യാമ്പിലേക്ക് പോകേണ്ടി വന്നവരും, വീട് നഷ്ടപ്പെട്ടവരും പരിക്കേറ്റവരുമായിരിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ സമഗ്രമായിരിക്കുന്ന ഒരു പഠന രീതികളോ വിവരങ്ങളോ ഒന്നും വെസ്റ്റ് ബാങ്കിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇല്ല. ഇവിടെ കേന്ദ്രീകരിക്കാൻ ഇവിടെ ഒരു ഭരണ സംവിധാനം ഗസയിൽ ഹമാസ് പ്രവർത്തിക്കുന്നുണ്ട് എന്നത് മാത്രമല്ല, യുദ്ധമുഖത്ത് ഹമാസ് വലിയ തിളക്കമുണ്ടായി എന്നതിനാൽ അവരെ ലോകം മുഴുവൻ ശ്രദ്ധിക്കുകയും വലിയ പ്രാധാന്യമുള്ള റിപ്പോർട്ട് നൽകുകയും ചെയ്യുന്നു എന്നതിനാൽ അവിടെ ശ്രദ്ധിക്കപ്പെടുന്നു. വെസ്റ്റ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അത്രയൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഇസ്രായേൽ അവിടെ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടിയോ ഈ വിഷയത്തിൽ ഇടപെടാനോ വേണ്ടിയോ അവർക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കുന്നു. അവരങ്ങനെ വിജയിച്ചു പോകുന്നു. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് ലോകത്തിന് ഇനി വരാൻ പോകുന്ന ലോകത്തിനൊക്കെ പഠിക്കാൻ മാത്രം ഉണ്ട് പാലസ്തീൻ ഇസ്രായേൽ വിഷയം എന്നുള്ളതാണ്. പാലസ്തീൻ എന്ന് പറയുന്ന ഭൂപ്രദേശത്ത് ഒരു കാലത്ത് 2ാം ലോക യുദ്ധത്തോടനുബന്ധിച്ചുകൊണ്ട് ലോകത്തുനിന്ന് മുഴുവനും ആട്ടി ഓടിക്കപ്പെട്ട ജൂത വിഭാഗത്തിന് അഭയം നൽകിയിരിക്കുന്ന രാജ്യമാണ് അല്ലെങ്കിൽ പ്രദേശമാണ് പാലസ്തീൻ എന്ന് പറയുന്നത്. 1945 ശേഷമുള്ള 1947-48 കാലഘട്ടം എന്നൊക്കെ പറയുന്നത് അതിസങ്കീർണവും പ്രയാസകരമായിരിക്കുന്ന അവസ്ഥയായിരുന്നു ഇസ്രായേലിനുണ്ടായിരുന്നത്. അവിടേക്ക് മുഴുവനും അവർക്ക് സംരക്ഷണം നൽകി, അവർക്ക് ഭക്ഷണം നൽകി, അവർക്ക് വസ്ത്രം നൽകി, ജീവിത സൗകര്യങ്ങൾ നൽകി, വീടുണ്ടാക്കാനുള്ള ഭൂപ്രദേശം വിട്ടുകൊടുത്തു. അവിടെ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ആയുധങ്ങളില്ലാത്ത അറബികളെ ഭയപ്പെടുത്തിക്കൊണ്ടും ആട്ടി ഓടിപ്പിച്ചും കൊണ്ട് വലിയ സ്വാധീനമുണ്ടാക്കി ലോകരാജ്യങ്ങളുടെ പിന്തുണ നേടിക്കൊണ്ട് രാജ്യപ്രഖ്യാപനം നടത്തി ഇവരെ ജനിച്ച നാട്ടിൽ അഭയാർത്ഥികളാക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം ലോകം കണ്ടത് പാലസ്തീൻ്റെ അകത്ത് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവൃത്തിയോടനുബന്ധിച്ചാണ്. സമാനമായിരിക്കുന്ന ഒരു സാഹചര്യം ഇതിന് മുമ്പുണ്ടായിട്ടില്ല. ഇസ്രായേൽ എന്ന് പറഞ്ഞ ആ രാജ്യത്തെ അല്ലെ ജൂത വിഭാഗത്തെ മുഴുവനും യൂറോപ്യൻ രാജ്യങ്ങൾ ആട്ടി ഓടിച്ചതാണ്. ഒരാധിപത്യവും ഒരു സഹായങ്ങളും അവിടെ നൽകിയിട്ടില്ല. എവിടെയും നിൽക്കക്കളില്ലാതെ വംശങ്ങൾ അറ്റുപോകുന്ന ഒരു സ്ഥിതിവിശേഷം ജൂതന്മാർക്കുണ്ടായ സമയത്ത് അവർക്ക് ജീവിതോപാധി നൽകി സഹായിച്ച രാജ്യമാണ് അല്ലെങ്കിൽ പ്രദേശമാണ് പാലസ്തീൻ എന്ന് പറയുന്നത്. അതിൻ്റെ അവസ്ഥകളാണ് ഇപ്പോൾ നമ്മൾ ഈ പറയുന്നത്. കൊന്നുകൊണ്ടേയിരിക്കുന്നു.
അതിക്രൂരമായ രീതിയിൽ, മനുഷ്യത്വരഹിതമായ രീതിയിൽ. എന്നിട്ടോ ലോകം മൗനം പാലിക്കുന്നു. ലോകത്തിനൊരു പരാതി ഇല്ലാത്ത രീതിയിൽ കൺമുമ്പേ ഈ സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദയനീയ അവസ്ഥയിലേക്ക് ലോകം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോഴും നിലവിലെ സാഹചര്യത്തിലും ഗസയുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിനൊരു വിരാമം ഇസ്രായേൽ വരുത്തിയിട്ടില്ല. ഓരോ പ്രദേശത്തേക്കും അവരിങ്ങനെ ബോംബിട്ടുകൊണ്ടേയിരിക്കുന്നു. അത് ഏത് പ്രദേശമാണ് അല്ലെങ്കിൽ യുദ്ധത്തിൽ പങ്കാളിത്തമുള്ളവരാണോ അതൊന്നും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വിഷയമില്ല. ജനങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അത് ഹമാസാണ് എന്ന് അവർ എഴുതി ചേർക്കുന്നു എന്നുള്ളത്. ഇതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളൊക്കെ. അത് ചെയ്തിരിക്കുന്ന നവജാത ശിശുക്കളെ കൊന്നാലും, അത് ചെറിയ ടീനേജ് പ്രായമുള്ള ആളെ കൊന്നാലും, പ്രായമുള്ള വലിയ വാർദ്ധക്യമായിരിക്കുന്ന പ്രായമുള്ളവരെ കൊന്നാലും ഇസ്രായേലിന്റെ കാഴ്ചപ്പാടിൽ അവർ മുഴുവൻ ഹമാസിന്റെ ആളുകളാണ്. അങ്ങനെയാണ് കൊല എന്ന് പറയുന്ന അതിക്രൂരമായിരിക്കുന്ന പൈശാചികമായിരിക്കുന്ന പ്രവർത്തികൾ ഓരോരോ നിമിഷവും ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം.